പിന്നെ ഈ റിയർ സീറ്റിലേക്കുള്ള എൻട്രിയും എക്സിറ്റാണ് തന്നെ അടുത്ത് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയ ഡോർ ആയതുകൊണ്ട്, ഡോർ മീൻസ് ലെങ്ത്ത് കൂടുതലുള്ള ഡോർ ആയതുകൊണ്ട് ഈ എൻട്രി അത്ര ടൈറ്റ് അല്ല. നോർമലി ഈ ഒരു കൂപ്പേ ലൈക്ക് കാസിലെല്ലാം തന്നെ കുറച്ചൊരു എൻട്രി ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഇത് ലെങ്ത്തുള്ള ഡോർ ആയതുകൊണ്ട് കുറച്ചൊരു എളുപ്പത്തിൽ തന്നെ നമുക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട്. ഈവൻ ദോ സീറ്റ്സ് നമുക്ക് ക്രാംഡ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും ഈ എൻട്രി എക്സിറ്റ് എല്ലാം തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് ഈ 6 സീരീസിലുള്ളത്. ഈ 6 സീരീസിൽ ഒരുപാട് എലമെൻറ്റ്സ് അല്ല ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ ഒരു എടുത്ത് നിൽക്കുന്ന ഒരു അട്രാക്റ്റീവായി നിൽക്കുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഈ കപ്പ് ഹോൾഡർ. കാരണം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ കപ്പ് ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ലെഫ്റ്റ് പാസഞ്ചർ അത് ഇരിക്കുമ്പം ചിലപ്പം കുറച്ചൊരു തടിയിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അത് കാല് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഈ സെൻറ്റർ കൺസോളിലായിട്ട് വെക്കാനും പറ്റും. വേണ്ട സമയത്ത് ഇത് എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പുറമെ ഇതിലൊരു ഹീറ്റിംഗ് സിസ്റ്റം കൂടിയും കമ്പനി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ നോർമലി ചില ഈ വാട്ടർ ഫ്ലാസ്ക് എല്ലാം ഉണ്ടാവും ഈ സിഗരറ്റിലെല്ലാം നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് പകരം ഈ ഹോൾഡ് ചെയ്യുന്ന ഈ ഹോൾഡറിൽ തന്നെ ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് കണക്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പം ഈ ഫ്ലാസ്ക്സ് എല്ലാം ചിലപ്പോൾ ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കപ്പ് ഹോൾഡർ കമ്പനി കൊടുത്തിട്ടുള്ളത്. BMW 650i ഫിറ്റ് ചെയ്തിട്ടുള്ളത് 4.8 ലിറ്റർ V8 പെട്രോൾ എഞ്ചിനാണ്. ഇതിന് 367 PS പവറും 490 Nm ടോക്കുമാണുള്ളത്. ഇതിനോട് ഫിറ്റ് ചെയ്തിട്ടുള്ള BMW പ്രശസ്തമായ 6 സ്പീഡ് സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ 0 to 100 5.5 സെക്കൻഡും പിന്നെ ടോപ്പ് സ്പീഡ് 250 km/h ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് മൈലേജ് കിട്ടിയത് 5.5 ലിറ്റർ പെർ കിലോമീറ്റർ ആണ്. നമുക്കൊരു ഏതൊരു BMW-യും ഷാർപ്പാണ് ഹാൻഡ്ലിങ്ങിൽ എന്നുള്ളത്. കാരണം ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് കാർ ആകുമ്പോൾ അതിൻ്റെ സ്റ്റിയറിങ്ങും പിന്നെ സസ്പെൻഷൻ എല്ലാം തന്നെ അതിന് അനുയോജ്യമായ രീതിയിലാണ് വേണ്ടത്. അതിന് ഏറ്റവും ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ 6 സീരീസ്. കാരണം നമുക്ക് ഈ സ്റ്റെയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റെയറിങ് നമ്മൾ മെനൂവർ ചെയ്യുമ്പോൾ തന്നെ ഒരു 1.5 ടേണിൽ നമുക്ക് ഫുൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. അത് 2 സൈഡിലേക്കാണ് ഒരു 1.5 ഫുൾ ടേൺ, ഒരു ഫുൾ ടേണും അതിൻ്റെ ഹാഫും കൂടി മാത്രം മതി ഒരു ഫുൾ റൈറ്റ് ഓർ ലെഫ്റ്റ് ടേൺ ചെയ്യാൻ. അതിന് പുറമെ നമുക്ക് ഗാർഡ് സെക്ഷനിൽ എത്തുമ്പോൾ ടേണിങ്സിലെല്ലാം തന്നെ വളരെ കൺട്രോൾ ലഭിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ ലഭിക്കുന്ന രീതിയിലാണുള്ളത്. ഇതിന് പുറമെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹാർഡ് സസ്പെൻഷനാണ് 6 സീരീസിൽ വന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി മീൻസ് ഈ ഒരു കാറ്റഗറിയിൽ ലക്ഷറീസ് കൂപ്പേസിലുള്ള കാറ്റഗറിയിൽ കുറച്ചുകൂടി ഹാർഡ് സസ്പെൻഷനാണ്. എന്നാൽ ബാക്കിയുള്ള സൂപ്പർ കാർസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് സസ്പെൻഷനാണ് അത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കംഫർട്ട് ലൂസ് ആവാതെ തന്നെ നമുക്കിതിൻ്റെ എന്താ പറയുക ഷാർപ്നെസ്സും ഹാൻഡ്ലിംഗ് എല്ലാം ലഭിക്കുന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ ഉള്ളത്. ഈ 6 സീരീസ് ഒരു സ്പോർട്സ് കൂപ്പേ ആയതുകൊണ്ട് ആ സ്പോർട്ടിനെസ് 2 രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ്റെ പവർ. കാരണം നമ്മളൊന്ന് ആക്സിലറേറ്ററിൽ പെഡൽ ചെയ്യുമ്പോൾ ശരിക്കും ആ ടോർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ആ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സീറ്റിലേക്ക് വരുന്ന ഒരു പ്രസ്സിങ് അത് നമ്മുടെ ശരിക്കും ആ പവർ ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ സൈലൻസറിൻ്റെ, അതായത് മഫ്ലറിൽ വരുന്ന നോട്ടാണ്. ചെറിയൊരു സ്പോട്ടി നോട്ടാണ് ഇതിൽ വരുന്നത്. എസ്പെഷ്യലി നമ്മൾ സ്പോർട്സ് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ആ ഒരു മറ്റേ എഞ്ചിൻ്റെ ഒരു മോഡുലേഷൻ നിന്ന് മാറി ആ ഒരു ശരിക്കും ഒരു പവർഫുൾ കാറിൻ്റെ ഒരു മസിൽ കാസിന് വരുന്ന ഒരു സൗണ്ട് രീതിയിൽ തന്നെ ആ സൈലൻസർ നോട്ട് ലഭിക്കുന്നുണ്ട്. ഈ 2 ആസ്പെക്റ്റിലും ശരിക്കും നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഉള്ള സ്പോട്ടി ഫീൽ ശരിക്കും ലഭിക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഈ മാനുവൽ മോഡ് ഉണ്ടല്ലോ, ഈ ഗിയർ ബോക്സിൽ ഉണ്ടാകുന്ന മാനുവൽ മോഡ്, അത് ശരിക്കും നമുക്ക് ഒരു ഗാർഡ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു റേസിംഗ് പോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഡൗൺ ചെയ്യുമ്പോഴെല്ലാം തന്നെ നമുക്ക് ശരിക്കും ആ റെസ്പോൺസ് കിട്ടുന്ന രീതിയിലാണ് ഗിയർ ബോക്സിൻ്റെ ട്യൂണിങ്ങും സെറ്റിങ്സ് ഉള്ളത്. കാരണം മാനുവൽ മോഡ് ഇപ്പം നമ്മളിപ്പോൾ ഫോർത്തിന് പോകുമ്പോൾ തേർഡിലേക്ക് ആക്കി ഒന്ന് ഡൗൺ ചെയ്തെടുക്കണമെങ്കിലല്ലോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗിയർ ബോക്സ് ഉള്ളത്. അതെല്ലാം തന്നെ നമുക്കൊരു ശരിയായ ഒരു എന്തൂസിയാസ്റ്റിക് സ്പോർട്സ് കാറിന് വേണ്ട രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്.
ഏതൊരു BMW ലക്ഷറി കാറിനെ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ 6 സീരീസിലും കാണാം. കാരണം പല പല ഫീച്ചേഴ്സും ലൈക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് സിസ്റ്റം, പിന്നെ ഓട്ടോ വൈപ്പർ സിസ്റ്റം, ഇതിനെല്ലാം പുറമെ നൈറ്റ് വിഷൻ ഉണ്ട് ഈ മോഡലിൽ. പിന്നെ അതിന് പുറമെ നമുക്ക് iDrive TV കാർഡ് ഉള്ളത് കൊണ്ട് നേരത്തെ നമ്മൾ പല മോഡൽസിലും കണ്ട പോലെ ഓൺ എയറുള്ള ചാനൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ദൂരദർശൻ പോലുള്ള ചാനൽസ്. ഇപ്പം പുറമേയുള്ള രാജ്യങ്ങളിൽ കുറേ ഓൺ എയർ ചാനൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺട്രീസിലെല്ലാം നമുക്ക് ബാക്കിയുള്ള ചാനൽസും വ്യൂ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ ഒരു സാധാരണ എല്ലാ കാർസിൽ നിന്ന് ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് BMW വൈപ്പർ സിസ്റ്റം ഉള്ളത്. കാരണം സാധാരണ റൈറ്റ് ആൻഡ് ഡ്രൈവ് കാറിനാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വൈപ്പേഴ്സ് വരാറുള്ളത്. എന്നാൽ BMW 6 സീരീസും ഈ BMW മോഡലിലെല്ലാം തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇതിന്റെ വൈപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു എന്തുകൊണ്ടാണെന്നറിയില്ല, BMW എല്ലാത്തിലും ഒരു ഡിഫറൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ടാവാം ഈ വൈപ്പറിന്റെ കാര്യത്തിൽ പോലും അത് ശ്രദ്ധിക്കുകയും ആ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നോർമലി ഇന്ത്യൻ റൈറ്റ് ആൻഡ് ഡ്രൈവ് കാർസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരാറുള്ളത്.